റിലേഷൻഷിപ്പ് OCD എന്ന് പറയുന്നത് എന്താണ്? OCD എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? അതിൻ്റെ ഒരു സബ് ടൈപ്പാണ് റിലേഷൻഷിപ്പ് OCD അഥവാ റിലേഷൻഷിപ്പ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. അനിയന്ത്രിതമായിട്ടുള്ള നിരവധി ചിന്തകൾ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചോ പങ്കാളിയെ സംബന്ധിച്ചോ കടന്നു വരികയും അത്തരം ചിന്തകൾ കാരണം നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കും. കമ്പൽസീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം അതിന് മേലെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു താൽക്കാലികമായിട്ടുള്ള ആശ്വാസമെങ്കിലും ലഭിക്കുകയുമുള്ളൂ. അത്തരത്തിൽ താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി തങ്ങൾ കടന്നു വരുന്ന ചിന്തകൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് റീഅഷുറൻസ് നേടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒരുപാട് ബന്ധങ്ങളിൽ വിള്ളലൊക്കെ വീഴുന്നുണ്ട്. റിലേഷൻഷിപ്പ് OCD എന്ന് പറയുന്നത് കണ്ടറിഞ്ഞ് തിരുത്തിയില്ലെങ്കിൽ പലരും പറയും അതൊരു സംശയരോഗമാണ്, അല്ലെങ്കിൽ എന്നെ തീരെ ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ. റിലേഷൻഷിപ്പ് OCD രണ്ട് വിധത്തിൽ നമുക്ക് പറയാൻ പറ്റും. റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടുള്ള ഒരു OCD പാറ്റേണും പാർട്ട്ണർ ഫോക്കസ്ഡ് ആയിട്ടുള്ള OCD പാറ്റേണും. റിലേഷൻഷിപ്പ് സെന്റേർഡ് ആയിട്ടുള്ള OCD ആണ് എന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഓക്കെ ആണോ, വർത്ത് ആണോ, റൈറ്റ് ആണോ, റോങ് ആണോ, അങ്ങനെയൊക്കെയുള്ള രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. റിലേഷൻഷിപ്പിന്റെ വർത്തിനെ കുറിച്ചായിരിക്കും കോൺസ്റ്റന്റ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. പ്രത്യേകിച്ച് എവിഡൻസ് ഒന്നും വേണമെന്നില്ല, എന്നാൽ പോലും നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. രണ്ടാമത്തേത് പാർട്ട്ണർ ഫോക്കസ്ഡ് ആണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് സൂപ്പർ ഫോക്കസ്ഡ് ആയിരിക്കും പാർട്ട്ണറുടെ ഫ്ലോസിൽ. അത് അവരോട് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അവരുടെ കുറ്റവും കുറവുകളും ഇങ്ങനെ ആവർത്തിച്ച് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കും. ഇതെല്ലാം ഞാൻ ആഗ്രഹിച്ച ആള് ഇത്രയും സ്മാർട്ട് ആണോ, അല്ലെങ്കിൽ അവർ ഇത്രമാത്രം കൈൻഡ് ആണോ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കും. അതായത് അവർ ആഗ്രഹിക്കുന്ന അതേ ലെവലിലേക്ക് സ്മാർട്ട് ആകാനും കൈൻഡ് ആകാനും ഒക്കെ അവർക്ക് പറ്റുന്നുണ്ടോ, പാർട്ട്ണറിലെ കുറേയധികം പോരായ്മകളൊക്കെ അതെന്ത് ചെയ്യും, അതിനെ പിന്നീട് എൻ്റെ ഫ്യൂച്ചറിനെ എഫക്റ്റ് ചെയ്യോ, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഇത്തരത്തിൽ റിലേഷൻഷിപ്പ് OCDയുടെ ചില എലമെന്റോ പാറ്റേണോ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെങ്കിൽ അത് സ്വയം നമ്മൾ നിയന്ത്രിച്ചു പോകാം എന്ന് വിചാരിച്ചാൽ അതിന് ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് തന്നെ CBT പോലുള്ള തെറാപ്പികൾ എടുക്കുന്നത് നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ള ചുവടുവയ്പ്പായിരിക്കും ആ ബന്ധത്തെ മനോഹരമാക്കാൻ.